വെൽക്കം ബാക്ക് ടു ന്യൂ വ്ളോഗ്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളാണ് ഇന്ന് മീറ്റ് ചെയ്തത്. നമുക്ക് ഫുൾ പ്രോഗ്രാം ആയിരുന്നു. രാവിലെ 9:30 ഉമ്മാൻ്റെ വീട്ടിൽ അമ്മോൻ്റെ മോൻ്റെ നിക്കായിരുന്നു. അവിടുന്ന് എല്ലാവരും മീറ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ ഇറങ്ങി. ഇന്ന് നമ്മൾ കുറച്ച് ഫ്രണ്ട്സ് ഒരു ഗേൾസ് ഔട്ടിങ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒരു ബിഗ് ഡെസ്റ്റിനേഷനോ സംഭവമൊന്നുമില്ല. ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് ഗ്യാദർ ചെയ്യുക, സംസാരിക്കുക, നമ്മളെ വിശേഷങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കാം. വീട്ടിലെ പണികളും തിരക്കുകളും എല്ലാം കഴിഞ്ഞിട്ട് ഒരു കൂടലും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ലൊക്കേഷൻ സെലക്ട് ചെയ്തത്. കൊണ്ടോട്ടി എയർപോർട്ട് ഗാർഡന് അടുത്തുള്ള മെറി വേൾഡ് പാർക്കിൽ 1 hour പൂളാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ എല്ലാവരും ഒരുമിച്ച് എത്തി. ഇന്നൊന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് വേഗം പോയി ലൈം അടിച്ചു. നമ്മളെ പൂൾ ടൈം ആയിണ്ട്. പിന്നെ അതിനിറങ്ങി അല്ലെങ്കിൽ ഈ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇങ്ങനെ ഒരു വൈബാണ്. അങ്ങനെ നമ്മൾ പൂൾ ടൈം സ്റ്റാർട്ടായി. നമ്മൾ പൂളിലേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ നിന്നും കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നു. കംപ്ലീറ്റ് പ്രൈവസിയോടുള്ള പൂളായതുകൊണ്ട് ഫാമിലീൻ്റെ കൂടെ ഫ്രണ്ട്സിൻ്റെ കൂടെ നമ്മൾ വരുമ്പോൾ ഒന്നും പേടിക്കാനില്ല. നമ്മളാളെ പാലൊക്കെ കൊടുക്കുന്നത് സേഫാക്കി ഇവിടെ കെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കലാപരിപാടികൾ ആരംഭിക്കാൻ പോവാണ്. വെള്ളത്തിൻ്റെ കാര്യത്തിൽ ഒട്ടും പേടി വേണ്ട. ഫുൾ ടൈം ഫിൽറ്ററിങ്ങും അതുപോലെ തന്നെ ബാലൻസ്ഡ് ആയിട്ടുള്ള pH ബ്ലീച്ചിങ്ങും ഒക്കെയാണ്. ചെറിയ മക്കൾക്ക് വേണ്ടി പ്രത്യേക ഒരു ഏരിയ ഉണ്ട്. ഇനി നമ്മൾക്കാണെങ്കിലും ട്യൂബും ജാക്കറ്റും ഒക്കെ അവൈലബിൾ ആണ്. വെള്ളത്തിലെ കളികളും നമ്മളെ സംസാരം ഒക്കെ കൂടി ആയപ്പം സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ. അപ്പം നമ്മൾക്ക് കയറാനുള്ള സമയമായിട്ടുണ്ട്. അതിനകത്ത് തന്നെ വാഷ്റൂമും ഡ്രസ്സിങ് ഏരിയയും എല്ലാം ഉണ്ട്. ഏകദേശം 2 മണി ആയി കാണും നമ്മൾ പുറത്തിറങ്ങിയപ്പം. ഇനി ഞങ്ങൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഫുഡ് കഴിക്കാൻ പോകാന്നുള്ളതാണ്. ഫുഡ് ഓർഡർ ചെയ്ത് റെഡി ആകുമ്പോഴേക്കും നമ്മൾ നിസ്കാരമൊക്കെ കഴിച്ചു. അപ്പോഴേക്കും നമ്മളെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ അൽഫാമും മന്തിയാണ്. ഉച്ചക്കാണയും ഒന്നും തിന്നിട്ടില്ല. വൈകുന്നേരം അവിടേക്ക് കയറുന്നതിന്റെ മുന്നിൽ എന്തെങ്കിലും ഒക്കെ തിന്നണ്ടേ. സാറി ബേബി കുറെ ഉറങ്ങിയിട്ടും എണീറ്റിട്ടൊക്കെ ആയിട്ട് നമ്മളെ കൂടെ തന്നെ ഉണ്ട്. പൂളൊന്ന് കയറി ഉടനെ ആയിട്ടാന്ന് തോന്നുന്നു എല്ലാവർക്കും നല്ല വിശപ്പായിരുന്നു കേട്ടോ. ഫുഡിന് ഒടുക്കത്തെ ടേസ്റ്റും ഫീൽ ചെയ്യാം. പിന്നെ എല്ലാവരും ഫുഡ് കഴിച്ച് കുറച്ച് നേരം കൂടി അവിടെ ഇരുന്ന് സംസാരമൊക്കെ ആയി. ഈ സൊറ പറച്ചിലും നമ്മൾ ഈ ഫുഡ് കഴിക്കലൊക്കെയാണ് നമ്മളെ മെയിൻ സന്തോഷങ്ങൾ എന്ന് പറയും. മക്കളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്കും വീട്ടിലെത്തണം. അപ്പം ഇന്നത്തെ യാത്ര നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ടൈം കാണാം. ബൈ.